റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിൽ ബിലാൽ മുഖ്യ സൂത്രധാരനെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. ഇയാൾ നിരവധി യുവതികളെ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു ഡീലിൽ കിട്ടുക 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ. വിശദമായി പരിശോധിക്കുകയാണ് എന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. പുതിയതായിട്ട് വന്ന ലീഡ് അനുസരിച്ച് ബിലാൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓർഗനൈസ്ഡ് നെറ്റ്വർക്കായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ആളും ഒരു കണ്ണിയാണ്. ഇവരുടെ റോലും ആദ്യഘട്ടത്തിൽ മനസ്സിലാകാതെ ഇവർ കുറച്ച് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ ഈ റാക്കറ്റിന് സപ്ലൈ ചെയ്യാനും പിന്നെ അവർക്കൊരു കട്ട് പെർസെൻറ്റേജ് അവർക്കും ഒന്ന് പോകരുതുണ്ട്. ഇതൊരു കംപ്ലീറ്റ്ലായിട്ട് ഒരു ട്രേഡായിട്ടാണ് മാറിയിട്ടുള്ളത്. എമൗണ്ട് കൊണ്ട് ഇപ്പം നമുക്ക് അപ്രോക്സിമേറ്റ്ലി പറയാൻ പറ്റും. മറ്റേ ഏകദേശം ഒരു 50,000 to 1 lakh ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരാൾ കൊടുത്താൽ അങ്ങനെയാണ്. 14 വർഷമായി ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് സിന്ധുവിന്റെ മൊഴി. ഷോയിൽ പങ്കെടുത്ത താരങ്ങളുടെ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം. അറസ്റ്റിലായ അലീനയുടെ ശബ്ദ സന്ദേശം വീണ്ടും പുറത്തുവന്നു. ഇടനിലക്കാരുമായി തുക പറഞ്ഞുറപ്പിക്കുന്നതാണ് ശബ്ദ സന്ദേശം. ഇപ്പം ചേച്ചിക്ക് 1000 കൊടുത്തിട്ട് 1 ഷോട്ടിന്റെ പൈസ വാങ്ങിയാൽ 10K, പിന്നെ 400 എക്സ്ട്രാ തന്നാലും 10K നൈറ്റിന്റെ പൈസ ആവണുള്ളൂ. അപ്പം അതിനേക്കാളും ഇത്രയും നേരം ഇരുന്നുകൊണ്ട് ഫുൾ നൈറ്റിന്റെ പേയ്മെന്റ് പോലെയാണ് തന്ന 1200 തന്നു പറഞ്ഞാൽ 1200 കൊടുക്കാം. അപ്പം എനിക്കതിൽ നിന്ന് 20 കിട്ടും, പിന്നെ 200 എക്സ്ട്രാ ഉണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഉണ്ടെന്ന്, പക്ഷെ ഞാൻ ഇല്ല പറഞ്ഞുകൊണ്ട് റഹ്മത്തിൻ്റെത് ഓക്കെ ആക്കിയതാ. ശരനാണ് വിവരങ്ങളുമായി ചേർന്നത്. ശരൺ, മനുഷ്യനെ കുറിച്ചുള്ള വിലപേശലാണ് ദിവസങ്ങളായി നിരന്തരം കേൾക്കുന്നത്. എത്രയോ അധികം ആളുകളെ ഈ തരത്തിൽ പറ്റിച്ചും വഞ്ചിച്ചും കൊണ്ടുപോവുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഓരോ ദിവസം കഴിയുമ്പോഴും ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ, കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. മാധു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സെക്സ് റാക്കറ്റിന്റെ മോഡസ് ഓപ്പറാൻഡി, ഒപ്പം തന്നെ ഇത് ആരാണ് നിയന്ത്രിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘം പറയുന്നത് ഇത് നിയന്ത്രിച്ചിരുന്നത് മാവേലിക്കര സ്വദേശിയായ ബിലാലാണ്. ഇയാൾ നേരത്തെ ദുബായിൽ ഒരു ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ കേസിലെ മറ്റൊരു പ്രതിയായ സിന്ധുവുമായി പരിചയത്തിലാകുന്നത്. അങ്ങനെ പരിചയത്തിലായതിന് പിന്നാലെ സെക്സ് റാക്കറ്റ് ആരംഭിക്കുന്നു. ആ റാക്കറ്റ് സജീവമായതോടുകൂടി ഈ ബിലാൽ തിരികെ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നു. അതായത് ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നു. അതിനുശേഷം നിരവധി യുവതികളെയാണ് ഈ റാക്കറ്റിന്റെ ഇരകളാക്കിയെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഈ സിന്ധുവിന് നിർദ്ദേശം നൽകിക്കൊണ്ട് വിസിറ്റിംഗ് വിസ തരപ്പെടുത്തിയാണ് യുവതികളെ ദുബായിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. ഇതിനിടയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മൊഴിയും അതായത് സിന്ധുവിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സിന്ധു പറയുന്നത് കഴിഞ്ഞ 14 വർഷമായിട്ട് താൻ ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. വർഷത്തിൽ 2 മുതൽ 3 പരിപാടി വരെയാണ് സംഘടിപ്പിച്ചിരുന്നത്. അത് സെലിബ്രിറ്റികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അങ്ങനെ ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ താരങ്ങളുടെ മൊഴി കൂടി എടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വൈകാതെ തന്നെ അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റാക്കറ്റിനെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കൊച്ചിയിലെ ഒരു ഗുണ്ടാ നേതാവാണ് ഔറംഗസേബ്. ഈ ഔറംഗസേബിന്റെ അക്കൗണ്ടിലേക്ക് 1ാം പ്രതിയായ സിന്ധു പണം അയച്ചതിന്റെ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 2 പരാതികളാണ് നേരത്തെ ഈ മരട് പോലീസിന് ലഭിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ പരാതികൾ പോലീസിന് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. സംസ്ഥാനത്തുടനീളം തന്നെ ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇതിന്റെ മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ബിലാലാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്.